അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ഹഫ്സത്ത്, എന്താണ് സംഭവിക്കുന്നത്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ അവിടെ? സത്യത്തിൽ നമുക്ക് ഒരു കൃത്യമായ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോലുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു മെസ്സേജ് എങ്ങനെയൊക്കെയോ സ്പ്രെഡ് ആയതോടുകൂടി നമുക്ക് നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. ആധികാരികമായിട്ട് പറയാനുള്ള ഒരു അറിവ് ശേഖരിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ പല ആളുകളായിട്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായ ഒരു വിവരവും ഇല്ല. നമ്മുടെ കൃഷി ഓഫീസർ RRSന്റെ നഴ്സറിക്കകത്ത് നിൽക്കുമ്പോൾ ഇടിപെട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ ഒരു വിവരം മാത്രമാണ്. മറ്റൊന്ന് ഏതോ ഒരു വീടിന്റെ ജനലിന്റെ ഗ്ലാസ് പൊട്ടി എന്നുള്ള വിവരം കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. വസ്തുത എത്രമാത്രം ഉണ്ടെന്നുള്ളത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ നമുക്കുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. നമ്മൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധികാരികമായിട്ട് ഇപ്പൊ ഒരു കാര്യവും വ്യക്തമായി പറയാവുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹഫ്സത്ത്, ഒരു കാര്യം കൂടി ചോദിച്ചു ഞാൻ വിടാം. താങ്കൾ വലിയ തിരക്കിലാണെന്ന് അറിയാം. ഈ ഒരാളല്ല ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിയോ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അല്ല, അത് നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. ശരി ശരി ഹഫ്സത്ത്, എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി ബന്ധപ്പെടാം. താങ്കൾ തിരക്കിലാണ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അവർക്ക് പോലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഹഫ്സത്ത്. അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഹഫ്സത്ത് പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിൽ കൃഷി ഓഫീസർ ഒരു വീടിനകത്ത് നിന്നപ്പോൾ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനകത്ത് നിന്നപ്പോൾ ഇടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നു. ഒപ്പം മറ്റൊരു വീടിന്റെ ജനൽ ചില്ല അത് തകർന്നതായും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അവർക്ക് അവിടേക്ക് എത്തി അത് കാണാനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ ഒന്നുമുള്ള സമയം കിട്ടിയിട്ടില്ല. 10 മണി 10:30യോടെയാണ് ഈ ശബ്ദം കേട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ അത് റവന്യൂ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പ് അവിടെ എത്തി മുൻകരുതൽ എന്ന വണ്ണം വേണ്ട നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ആശങ്ക വേണ്ട എന്നതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. പടിപ്പറമ്പ്, അമ്പലവയൽ മേഖലകളിൽ ഈ പ്രകമ്പനമുണ്ടായിരിക്കുന്നത്. MG മിഥുൻ കൂടി ചേരുന്നു വയനാട്ടിൽ നിന്ന്. മിഥുൻ, വലിയ ആശങ്ക അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. അത്രത്തോളം വലിയൊരു ദുരന്തം, ആഘാതം താങ്ങാനാകാതെ നിൽക്കുന്ന വയനാട്ടിൽ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അത് വലിയ ആശങ്ക തന്നെയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ പറയുന്നു. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അശ്വതി, 10 കൂടിയാണ് ഈ ഒരു മുഴക്കമുണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ മേഖലയിൽ മുഴക്കം കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ അടിയന്തരമായി ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം എന്തായാലും ഭരണകൂടം നൽകിയിട്ടുണ്ട്. വൈത്തിരി താലൂക്കിന് കീഴിലുള്ള പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി എന്ന പ്രദേശത്തും ഒപ്പം തന്നെ അച്ചൂരാൻ വില്ലേജിൽ ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും ഒപ്പം തന്നെ മുഴക്കവും അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മറ്റൊന്ന്, 2 വില്ലേജിലെയും വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലം സന്ദർശിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അമ്പലവയലിലെ ഡയന്റിസ്റ്റും ലേബേഴ്സും ഒപ്പം തന്നെ അമ്പലവയൽ പ്രദേശങ്ങളിൽ വലിയ ശബ്ദവും മുഴക്കവും കേട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ ഭാഗങ്ങളിലുമുണ്ട്. കൂടാതെ തന്നെ നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മുഴക്കം അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ വേങ്ങപ്പള്ളി വില്ലേജിലുള്ള കാരാറ്റപ്പടി, മയിലാടിപ്പടി, ചോലപ്പുറം, തെക്കുംതറ എന്നീ സ്ഥലങ്ങളിലും ചെറിയ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായി അവിടുത്തെ പ്രദേശവാസികളും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ വിദഗ്ധ സംഘത്തെ പരിശോധനയ്ക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ആ സംഘം അവിടെ എത്തി ഈ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പ്രദേശവാസികൾ അറിഞ്ഞ ഉടൻ തന്നെ അവിടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവിടുന്ന് ഈ പ്രദേശങ്ങളിൽ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുഴക്കവും ഒപ്പം തന്നെ വലിയ ശബ്ദവും ഒക്കെ കേൾക്കുന്നത് വലിയ ആശങ്കയ്ക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് എന്തായാലും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരടക്കം അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ അടിയന്തരമായി ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.